ഹലോ ഗൈസ്, നാടൻ വിഭവങ്ങളും നാടൻ രുചിയിലേക്കും വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എളുപ്പത്തിൽ എങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് പച്ചരിയുടെ തരി പൊടിച്ചു വെച്ചതാണ്. ഇതൊന്ന് കണ്ട, ഇങ്ങനത്തെ തരി ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതാ, 1.5 എത്ര ഇതെടുക്കുന്നോ അതിനനുസരിച്ചാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് നിന്നിട്ടുണ്ട് വെള്ളം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് നല്ലവണ്ണം നന്നായി ഒന്ന് ഇതിനെ ഇളക്കി കൊടുക്കണം. നിങ്ങൾക്ക് എത്ര ഉപ്പ് വേണമെന്നറിയാൻ അതിനൊന്ന് രുചിച്ച് നോക്കാവുന്നതാണ്. ഇനി സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. ഈ എടുത്ത് വെച്ചിരിക്കുന്ന അരിയുടെ ഇത് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇത് ചൂടാകുന്നതിനനുസരിച്ച് ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. വെള്ളം എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ വേണം ഇതിനെടുക്കാൻ. ഇതൊന്ന് നല്ലവണ്ണം കുറുകി വെന്ത് വരട്ടെ നോക്കാം നമ്മൾക്ക്. ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് വെള്ളം നല്ല ടൈറ്റിലാകണം. ഇങ്ങനെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കയ്യിൽ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം. ഇതൊന്ന് ഉരുട്ടേണ്ട പരുവത്തിലായിട്ടുണ്ട്. ചെറിയ ഉരുളകളായിട്ട് നമുക്കിത് ഉരുട്ടേണ്ടതാണ്. ഇതിലേക്ക് നമുക്ക് സ്ലിമ്മാക്കി വെച്ചതിന് ശേഷം കുറച്ച് പശു നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഇതിനെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. പശു നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നാലും ഇത് കയ്യിൽ ഒട്ടുകയില്ല. ഉരുട്ടുമ്പോൾ അതൊരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാകും. നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന്. ഇനി നമുക്കിതിനെ ഗ്യാസിനെ ഒന്ന് ഓഫ് ചെയ്യാം. മറ്റൊരു ഗ്യാസിലേക്ക് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി ഇവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ തട്ടിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം. ഒന്ന് പച്ചവെള്ളത്തിൽ ചെറുങ്ങനെ കൈ നനയ്ക്കുക. അതിന് ശേഷം ഈ മാവിനെ എടുത്ത് നിങ്ങളുടെ അനുസരിച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉരുളകളായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എളുപ്പത്തിൽ പണിയാകുന്നതാണ്. ഇനി നമുക്ക് ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഇഡ്ഡലി പാത്രം വെച്ച് അടച്ചു കൊടുക്കുക. വെച്ചിട്ട് ഒരു 5 മിനിറ്റായി. ഇനി നമുക്കിതിൻ്റെ അടപ്പിനെ ഒന്ന് മെല്ലെ തുറക്കാം. നല്ലോണം ആവിയെല്ലാം വന്നു. എല്ലാം നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് ഇനി ഇതിനെ നമുക്ക് വേണ്ടവണ്ണം ഉപയോഗിക്കാനാവും. പിന്നെ വൃശ്ചിക കാലത്ത് നോയമ്പ് നോറ്റിരിക്കുന്ന സ്വാമിമാർക്ക്, ഉദ്യോഗത്തിന് പോകുന്ന രാവിലെ പോകുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷ് തന്നെയാണിത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇതിന് ഏത് കറി വേണമെങ്കിലും സെറ്റാവും. സാമ്പാറോ മീൻ കറിയോ അതേപോലെ തന്നെ പച്ചക്കറികളോ ഏത് വേണം എല്ലാം തന്നെ ഇതിന് സെറ്റാവുന്നതാണ്. ഇനി ഇതിന് ഞാൻ ഇന്ന് രാവിലേക്ക് വേണ്ട സാമ്പാറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് കഴിക്കുന്നതെന്ന് നിങ്ങൾക്കത് കാണിച്ചു തരാം. നല്ല സാമ്പാർ നല്ലവണ്ണം ഒന്ന് തിളച്ച് വന്ന് നല്ല ഇതും സെറ്റായി കിടക്കണം. ഇതിലേക്ക് നമുക്ക് സാമ്പാറിനെ ഒന്ന് നല്ലവണ്ണം ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ നല്ല ചൂടുണ്ട്. ഇങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ടേസ്റ്റാക്കി ഇതാകും. നിങ്ങളുടെ സ്കൂളിൽ പോകുന്ന മക്കൾക്ക് എപ്പോഴും ദോശയോ ഇഡ്ഡലിയോ ചപ്പാത്തിയോ എന്ന് പറയും. അതിന് പകരം നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ ബൈ. വീണ്ടും കാണാം എന്ന് നിങ്ങളുടെ തുളസിയൻ പൂജ. സീ യു.